നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അച്ഛോ പോലെ പൂജ വിളിക്കുന്നു. എന്നാടാ? ഹലോ പൂജ എവിടെ എത്തി? ശരി ശരി, ഓക്കെ ഓക്കെ. എന്നാടാ? അച്ഛോ പൂജ ബൈപ്പാസിന് കയറിക്കോളാന്ന്. ഇനിയിപ്പോ എന്നാടാ താമസം? നീ വണ്ടി കയറ്, വണ്ടി പോട്ടെ. വാടാ വന്ന് വണ്ടി കയറ്. നിർത്ത്. അച്ഛനെന്താ പറയാൻ പോവാ? ഹലോ പ്രിയമുള്ള എന്റെ കുഞ്ഞുങ്ങളെ, ഈ യാത്ര വെറും ഒരു വിനോദയാത്രയല്ല. കർത്താവേ ഇയാള് വെറുപ്പിക്കും. കലാലയ ജീവിതം കടന്ന് നിങ്ങളുടെ ജീവിതത്തിലേക്കുള്ള യാത്രയാണ്. അതിന്റെ പരിശുദ്ധിയും പരിപാവനതയും സംസ്കാരവും വരുന്ന 2 ദിവസങ്ങളിൽ നിങ്ങൾ തെളിയിക്കണം. എന്ന് വെച്ചാ മാനം മര്യാദയായിട്ട് പോയിട്ട് വരണമെന്ന് പറയുന്ന വല്ലതും മനസ്സിലാവുന്നുണ്ടോ? അളിയതേ പൂജ എവിടെ? വണ്ടി നിർത്ത്. വണ്ടി നിർത്ത്. ഇതേതാ യുദ്ധഭൂമിയിൽ പുതിയൊരു പടൻ? പൂജ ഹാവ് എ നൈസ് ജേർണി. താങ്ക് യു. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ കർത്താവ് നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഓൾ ദി വെരി ബെസ്റ്റ് മൈ ചിൽഡ്രൻ. ഇനി നിങ്ങൾക്ക് വേണ്ടി ഞാൻ അതിമനോഹരമായ ഒരു ഗാനം ആലപിക്കും. ആദ്യം പാടട്ടെ അച്ചോ. സൈലൻസ്. പാടാം. ഇറങ്ങ്. എല്ലാവരുടെയും ശ്രദ്ധയ്ക്ക് 10 മിനിറ്റ് ഇവിടെ ഹാൾട്ടിംഗ് ഉണ്ട്. തൊട്ടടുത്ത് കംഫർട്ട് സ്റ്റേഷൻ ഉണ്ട്. എല്ലാവരും ഒന്നിറങ്ങി കൈയും കാലും ഒന്ന് നിർത്തിയിട്ട് ചടേന്നിങ്ങി വരണം. പരിചയമില്ലാത്ത സ്ഥലമാണ്, വേണ്ടാത്ത പണിക്കൊന്നും പോരുത്. കോളേജിനും അച്ഛനും പള്ളിക്കൊന്നും ചീത്തപ്പേരുണ്ടാക്കരുത്. ദൂരോട്ടൊന്നും പോവല്ലേടാ. അമ്മരെ ഒന്ന് ശ്രദ്ധിച്ചോണേ. ഈ പിള്ളേരുടെ കാര്യം. അപ്പോ പൂജ കളക്ടർ തന്നെയാകുമെന്ന് ഉറപ്പിച്ചു അല്ലേ? അച്ഛനും അമ്മയും IAS ആരല്ലേ? ഇപ്പൊ ഇതാണല്ലോ നന്നായിട്ട് നടപ്പ്. അതെ, ഡോക്ടേഴ്സിന്റെ മക്കൾ ഡോക്ടർ, ടീച്ചേഴ്സിന്റെ മക്കൾ ടീച്ചർ. അങ്ങനെ ഒരു നിർബന്ധമൊന്നുമില്ല കേട്ടോ.
അവനവന്റെ ആറ്റിറ്റ്യൂഡും ഹാപ്പിനെസ്സും അത് ബലി കൊടുത്തിട്ട് ഒരു അച്ചീവ്മെന്റും പാടില്ല മക്കളെ. പൂജയൊന്നും പറഞ്ഞില്ലല്ലോ. ഞാൻ സിവിൽ സർവീസിന് പ്രിപ്പയർ ചെയ്യുന്നുണ്ട് മാം. ആണോ? ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു. ആ ആദിത്യ, പറയടാ, എന്താ നിന്റെ ലക്ഷ്യം? എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ലക്ഷ്യമൊന്നുമില്ല അച്ചോ. പക്ഷേ എന്റെ ചേച്ചിക്ക് ഒരു ലക്ഷ്യമുണ്ട്. അളിയൻ IPS ആണല്ലോ. അപ്പോ ഞാനും ആ റൂട്ടിൽ തന്നെ പോണമെന്നാണ് ചേച്ചി പറയുന്നത്. IASഉം IPSഉം അളിയാ പൊളിച്ച്. എടാ ചേച്ചിയല്ല, നീയാ തീരുമാനിക്കേണ്ട നീ ആരാകണോ. അതൊക്കെ അവൻ തീരുമാനിച്ചു വെച്ചിട്ടുണ്ട് അച്ചോ. അല്ലടാ ഷാനു, നിനക്കാരാകാനാ മോഹം? ഇവനെന്നാ ഇങ്ങനെ? മോഹമില്ലാത്ത ഏത് മനുഷ്യനാ ഈ ഭൂലോകത്ത്? ഷാനുവിന്റെ കാര്യങ്ങൾ ഷാനുവിനേക്കാൾ നന്നായി അറിയുന്നത് സെബാന അച്ചു. ഇവനല്ലേ സ്പോൺസർ. എന്നാ പിന്നെ സ്പോൺസറെ നീ പറയടാ, നിനക്കാരാകേണ്ടത്? അവൻ പ്രത്യേകിച്ച് എന്തു പറയാൻ അച്ചോ? ഈ കോടികളൊക്കെ ഒന്ന് കണ്ടു തീർക്കാനേ അവന് നേരം കിട്ടുന്നില്ല. പപ്പയും അമ്മയും അമേരിക്ക കിടന്ന് മറിക്കല്ലേ. പോരാത്തതിന് എസ്റ്റേറ്റ് മേലത്തോട്ടവും ബംഗ്ലാവുകളും. ജനിക്കുവാണെങ്കിൽ സബാന പോലെ ജനിക്കണം അച്ചോ. ഒന്ന് പോടാ. എന്നതാ കർത്താവേ, കുഴപ്പമായോ?